മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഇവിടെ വചനത്തിൽ നമ്മൾ കാണുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥന രഹസ്യമായിരിക്കണമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുക. പ്രാർത്ഥനയിലെ ഏകാന്തതയെക്കുറിച്ചാണ് ഈശോനാഥൻ ഈ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹൃദയം അടച്ചിടണം. ഹൃദയത്തിൽ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ മറ്റൊരു ചിന്തയും വ്യാപാരങ്ങളും പാടില്ല. പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഹൃദയത്തിൽ ഈശോയുമായിട്ടുള്ളൊരു ബന്ധം, അതാണ് ഈശോനാഥൻ പ്രാർത്ഥനയിലൂടെ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിൻ്റെ പ്രാർത്ഥന എപ്രകാരമാണ്? പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഹൃദയത്തെ ഏകാന്തമാക്കി പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? എന്തെല്ലാം ചിന്തകളിലൂടെയാണ് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നീ കടന്നു പോകുന്നത്? നിൻ്റെ ചിന്തകളെ മാറ്റി ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധം, ഹൃദയത്തിൻ്റെ മുറി ബാക്കി എല്ലാത്തിൽ നിന്നും അടച്ചിട്ട് ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിനക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചാൽ നിൻ്റെ പ്രാർത്ഥനകളിലൂടെ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. എന്തേ നിൻ്റെ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ എത്താത്തത്? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് തക്ക വിധത്തിൽ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിലെ ഏകാന്തത നിൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് പ്രാർത്ഥന ഏകാന്തമാക്കണം. ഹൃദയമുറി ബാക്കി എല്ലാറ്റിൽ നിന്നും അടച്ചിടാനായിട്ട് നിനക്ക് സാധിക്കണം. ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥന നടത്തുക. അവിടെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. 8-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നുണ്ടെന്ന് വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കരുത്, ആവശ്യങ്ങൾ പറയരുത് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഉപരിയായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിൽ കൊടുക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം, സ്നേഹം ആഴപ്പെടണമെന്നാണ് അർത്ഥം. അത്രമാത്രം വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഞാനിത് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാനിത് സമർപ്പിക്കുന്നത്. ആ സ്നേഹവും ആ ആത്മാർത്ഥതയും സത്യസന്ധതയും പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. ഞാൻ ദൈവത്തിന് മുമ്പിലേക്ക് ചെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വേദന പറയുമ്പോൾ, എനിക്ക് രോഗമാണെന്ന് പറയുമ്പോൾ, എനിക്ക് കഷ്ടതയാണെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം ഇത് അറിയുന്നുണ്ട്. എല്ലാം അറിയുന്നവനായ എൻ്റെ ദൈവത്തിന് മുമ്പിലാണ് ഞാനിത് പറയുന്നത്. അവിടുന്ന് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസമുണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ അവിടെ ഇടപെടുന്ന ആ സ്നേഹത്തിന് ഒരു സ്നേഹമുണ്ടായിരിക്കണം. വിശ്വസ്തത പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ കൊടുത്താൽ ഉറപ്പായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ലഭിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈശോ പറയുകയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ നിങ്ങളും മറ്റുള്ളവരോട് ക്ഷമിക്കുവിൻ. ക്ഷമയോടെയുള്ള പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റാരോടും ഒരു അസ്വസ്ഥതയും ഉണ്ടാവരുത്. ആരെയും വെറുക്കരുത്. പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ആരോടെങ്കിലും വെറുപ്പോ ഒരു അസ്വസ്ഥതയോ ഉണ്ട് എങ്കിൽ അത് മാറ്റിയതിന് ശേഷം പ്രാർത്ഥിക്കാനായിട്ടാണ് ഈശോ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പ്രാർത്ഥന ഏകാന്ത പ്രാർത്ഥനയായിരിക്കണം. പ്രാർത്ഥനയിൽ ഏകാന്തതയുണ്ടായിരിക്കണം. 2, പ്രാർത്ഥനയിൽ സ്നേഹമുണ്ടായിരിക്കണം, വിശ്വസ്തതയുണ്ടായിരിക്കണം. 3, പ്രാർത്ഥനയിൽ ക്ഷമയുണ്ടായിരിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ഏത് പ്രാർത്ഥനയും ദൈവം കേൾക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ച് നിൻ്റെ ജീവിതത്തെയും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ.
എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.